പ്രിയ കൂട്ടുകാരെ, എൻ്റെ പേര് നിഖിൽ രാജ് എന്നാണ്. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ചിയാരം സേവനാലയം ദേവാലയത്തിലൊരു അംഗമാണ്. എൻ്റെ പപ്പയും അമ്മച്ചിയും ചേട്ടനും അനിയത്തി അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് എൻ്റേത്. എൻ്റെ പേര് സുജാത കുര്യാക്കോസ്. ഞാൻ ഇടുക്കി രൂപതയിലെ വാഴത്തോപ്പ് സെൻറ്റ് ജോർജ് കത്തീഡ്രൽ ഇടവക അംഗമാണ്. എനിക്ക് മാതാപിതാക്കളും 4 സഹോദരങ്ങളുമുണ്ട്. അതിൽ 4ാമത്തെ ആളാണ് ഞാൻ. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ മറ്റം ഫൊറോനയിൽ ചിറ്റാട്ട ഇടവകാംഗമായ സിംസനാണ്. എൻ്റെ വീട്ടിലെ ഭാര്യ, അമ്മ, 2 മക്കൾ. ഭാര്യ മണലൂർ പുത്തമ്പള്ളി ഇടവകാംഗവും. പേര് നിഷ. 2004 വിവാഹം കഴിഞ്ഞത്. മക്കളുടെ പേര് എൽന, ലെന. അവർ 8ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും പഠിക്കുന്നു, ചിറ്റാട്ട ഹൈസ്കൂളിൽ തന്നെ. ഡിസംബർ മാസം 7-ാം തീയതി ഉണ്ടായൊരു ബസ് അപകടമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അന്ന് ഞാൻ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജിൽ 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനിയായിരുന്നു. കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി പാതി വഴിക്കുണ്ടായ ബസ് അപകടം. ബൈക്കിന് സൈഡ് കൊടുക്കുന്ന ഇതിനിടയിൽ ഞങ്ങൾ യാത്ര ചെയ്തിരുന്ന ബസ് ഒരു തോട്ടിലേക്ക് മറിഞ്ഞു. ആ അപകടത്തിൽ അന്ന് തന്നെ 8 കുട്ടികൾ മരിക്കുകയും മറ്റൊരുപാട് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എന്നെ ആദ്യം പൈനാവ് ജില്ലാ ആശുപത്രിയിലേക്കും അവിടുന്ന് മൂലമറ്റം ബിഷപ്പ് ഓയിൽ ഹോസ്പിറ്റലിലേക്കുമാണ് കൊണ്ടുപോയത്. പുറമേക്ക് മുറിവൊന്നും ഇല്ലാതിരുന്നതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഉൾപ്പെടെ ആർക്കും മനസ്സിലായില്ല. ഇവിടെ ഒരു മുറിപ്പാട് മാത്രമാണ് ആകെ കാണാനുണ്ടായിരുന്നുള്ളൂ. മൂലമറ്റത്തിൽ എന്ന് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം എക്സ്റേ എടുത്ത സമയത്താണ് ഇങ്ങനെ നട്ടലിനാണ് പരിക്ക് പറ്റിയതെന്നും പരിക്ക് ഗുരുതരമാണെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചാൽ ചിലപ്പോൾ സുഖമായേക്കും എന്നവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു. അതനുസരിച്ച് അപ്പോൾ ഞങ്ങളുടെ കോളേജിൻ്റെ ബെർസാറച്ചൻ്റെ വണ്ടി ആ സമയത്ത് അവിടെ വന്നു. അപ്പോൾ ആ വണ്ടിയിൽ കയറ്റി എന്നെ അന്നേരം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ആ സമയം മുതൽ എൻ്റെ അപ്പച്ചൻ ഞാൻ എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് അഡ്മിറ്റാക്കി ആ സമയം വരെ എനിക്ക് നല്ല ഓർമ്മ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം കുറേ സമയങ്ങൾ ഓപ്പറേഷനായിട്ട് തിയേറ്ററിൽ കയറ്റി ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ചിറക്കിയെന്നു പിന്നീട് പറഞ്ഞു കേട്ട അറിവുള്ളൂ. പക്ഷേ അന്ന് അന്ന് ഡിസംബർ മാസത്തിലെ ആ തണുപ്പിൽ തറയിലാണ് കിടത്തിയത്, ബെഡൊന്നും ഒഴിവില്ലാതിരുന്നുകൊണ്ട്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ശരീരം അരയ്ക്ക് താഴ്ഭാഗത്തേക്ക്, കാലുകളൊന്നും ഉണ്ടെന്നറിയാത്ത വിധത്തിൽ ശരീരത്തിൻ്റെ പ്രവർത്തനം നിലച്ചിരുന്നു.
2012 ഫെബ്രുവരി 16 എന്നെ ഈശ പ്രത്യേകമായിട്ട് ജീവിതത്തിലേക്ക് തിരഞ്ഞെടുത്തത്. പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ബസ് അപകടം ഉണ്ടായതാണ് സംഭവം. ബസ് അപകടത്തിലേക്ക് ഞാൻ ഇവിടുന്ന് ബസ്സിൽ പോകുമ്പോൾ കേച്ചേരിയിൽ വെച്ചിട്ട് ആന വന്ന് ബസ് മറിച്ചിട്ടപ്പോൾ ഞാൻ എൻ്റെ അടിയിൽ പെട്ടാണ് സംഭവം. ഈശ പ്രത്യേകം തിരഞ്ഞെടുത്താന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 7:15 ബസ് പോകും. ഞാനപ്പോൾ ഈ 1/2 കിലോമീറ്റർ അകലെയുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 7:15 7:15 ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. നടന്നിട്ടാണ് പോണേ. ബസ് സ്റ്റോപ്പിലെത്തി എത്തനോട് ബസ്സിൻ്റെ ഓണടി കേൾക്കൽ ഞാൻ ഓടി ചെല്ലുമ്പോൾ ഒരു കൂട്ടുകാരപ്പുറത്തുനിന്ന് പറഞ്ഞു, മണിയെന്ന് എനിക്ക് ആ ബസ് കിട്ടില്ലടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരും മണിയെന്നാണ് വിളിക്കുക, എൻ്റെ ഓമന പേരാണ് മണിയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ബസ് എനിക്കുള്ളതാണ്, എന്നെയും കൊണ്ടേ പോവുള്ളൂ എന്നും കൊണ്ട് ഓടി കയറില്ല. അപ്പോൾ എന്നെ കണ്ട ബസ് നിർത്തി ഞാൻ ഓടി കയറിയിട്ട് പോവുക ചെയ്തത്. ഈ ബസ് കേച്ചേരിയിലേക്ക് എത്തനോട് പോയിട്ട് ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് പറഞ്ഞു, ചേട്ടാ ബസ് നിർത്തി, ഇവിടെ ഒരു ആന അടഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കാണ്ട് ഇപ്പോൾ എൻ്റെ മൊബൈലിൽ ആൾ വിളിച്ച് പറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ബസ് നിർത്തിയ ആൾ ചോദിച്ചാൽ എവിടെ ആന അടഞ്ഞിട്ട് ചോദിച്ചാൽ അതറിയില്ല, ഇപ്പോൾ തന്നെ കിട്ടിയതാണ്, മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു. ആ പറഞ്ഞ തീരുമ്പോഴേക്കും തൊട്ടപ്പുറത്ത് തന്നെ ആന അടഞ്ഞിട്ടുണ്ടായിരുന്നു. ആന നേരെ ബസ്സിൻ്റെ അടിക്ക് വന്നു. ആന അവിടെ പാപ്പാനെ കുത്തിയിട്ടാണ് നേരെ ബസ്സിൻ്റെ അടിക്ക് വന്നത്. അങ്ങനെ ബസ്സും ഇടിച്ചു. എന്നിട്ട് ബസ് ഉന്തി കൊണ്ടുപോയി. അപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല. കുറേ ആൾക്കാർ ബൈക്കോടെ ഇറങ്ങി രക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് ഞാൻ കുറച്ച് സെൻട്രലിലേക്ക് കയറിയിട്ടായിരുന്നായിരുന്നു. ആ ബസ് ഉന്തി കൊണ്ടുപോയി. അങ്ങനെ ബസ് പൊന്തിച്ച് മറിച്ചിടനോട് വിട്ട് ഞാൻ ബസ്സിൽ നിന്ന് പുറത്തേക്ക് വീഴലും ബസ് എൻ്റെ മേത്തേക്ക് വീണു. അങ്ങനെ ആനനെല്ലാവരും കൂടി കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു. ആന പോയി. അപ്പോൾ ഗ്ലാസ് പൊട്ടിച്ച് ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് കിടത്തി. അപ്പോൾ ഞാൻ ബസ്സിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വന്നിട്ട് ബസ് പൊന്തിച്ചു. അപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി പൊന്തിച്ചാലും ബസ് ഭയങ്കര ഭാരമാണ്. അവർക്ക് താങ്ങുറച്ചില്ല, അവരേക്കിന്ന് വീണു. അത് കഴിഞ്ഞപ്പോൾ അവരടുത്ത് ഇന്തെടുത്തു മുട്ടുമുള എടുത്തിട്ട് വലിയ മുള എടുത്തിട്ട് പൊന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മുട്ടുമുളയ്ക്ക് എടുത്ത് പൊന്തിച്ചിട്ട് എന്നെ എടുക്കാൻ കിട്ടണമെങ്കിൽ അത് ഒടിഞ്ഞ് പിന്നെ വീണു. അവിടെ നിന്ന് നിൽക്കുമ്പോഴാണ് JCB വെച്ചേക്കണത്. അപ്പോൾ പറഞ്ഞു JCB വരുന്നുണ്ട്, JCB പൊന്തിക്കുന്നു പറഞ്ഞു. JCB വന്നവനെ എല്ലാ സാധനം പൊന്തിക്കുമല്ലോ, പവർ കൂടുതലല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ രക്ഷപ്പെടാം, JCB വന്നിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിൽ എടുത്തിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ JCB വന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് പൊന്തിച്ചു. അപ്പോൾ കൈ പൊന്തിച്ച് കുറച്ച് പൊന്തിയിൽ തന്നെ ഇവിടുന്ന് അങ്ങോട്ട് ബസ്സിൻ്റെ അടിയിൽ വെട്ടാറുണ്ട് മുഴുവൻ എടുക്കാൻ കിട്ടുന്നതിൻ്റെ മുൻപ് JCB കയ്യെ പിടിച്ചിട്ട് ബസ് വീണ്ടും മെത്തിക്കാനാണ് വേണം. അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ടുണ്ട്. ആംബുലൻസിൻ്റെ സൈറനുണ്ട്, പോലീസുകാരുടെ സൈറനും തിക്കും തിരക്കും ബഹളമുണ്ട്. പോലീസുകാർ പറഞ്ഞ് ആരും ഒന്നും ചെയ്യണ്ട, നമുക്ക് വലിയ ക്രൈം വന്നിട്ട് എടുക്കാം, വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ക്രൈം വന്നു, പൊന്തിച്ചു. അപ്പോൾ ഒരു ഏകദേശം 1 മണിക്കൂറോളം അതിൻ്റെ പിന്നെ എന്നെ ബസ്സിൻ്റെ അടിയിൽ നിന്ന് എടുക്കുമ്പോൾ 6 വർഷം മുമ്പുണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പെട്ടിട്ടാണ് എൻ്റെ ജീവിതം ഈ വീൽ ചെയറിൽ മാത്രമായത്. 6 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരുന്നു. ബൈക്കിലായിരുന്നു യാത്ര. പ്രായത്തിൻ്റെ അത്രയിലും ആവേശമൊക്കെയുള്ള കാരണം നല്ല സ്പീഡിലായിരുന്നു യാത്ര. അതുപോലെ ഹെൽമെറ്റൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മൊബൈലിലൊരു ഫോൺ കോൾ വന്നു. എൻ്റെ അറിവില്ലായ്മ കൊണ്ടോ എനിക്ക് പറഞ്ഞ അഹങ്കാരം കൊണ്ടോ എന്തോ ബൈക്ക് സൈഡിൽ ഒതുക്കി നിർത്തിയ ശേഷം ഫോൺ എടുക്കാനുള്ള ക്ഷമയും സാവകാശം എനിക്കപ്പോൾ തോന്നിയില്ല. സാധാരണ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഒരു കയ്യിൽ ഞാൻ ഹാൻഡിൽ പിടിച്ചു, മറ്റേ കൈ കൊണ്ട് ഞാൻ ഫോൺ എടുക്കാൻ നോക്കി. പെട്ടെന്ന് എനിക്ക് ബാലൻസ് കിട്ടിയില്ല. തൊട്ട് മുമ്പിലുണ്ടായിരുന്നൊരു വളവിൽ ബൈക്ക് സ്കിഡ് ചെയ്ത് അടുത്തുണ്ടായിരുന്നൊരു പോസ്റ്റർ അടിച്ചു. അത്ര എനിക്ക് ആകെ ഓർമ്മയുള്ളൂ. പിന്നെ ഓർമ്മ വരുന്നത് 3-4 ആഴ്ച കഴിഞ്ഞിട്ടാണ്. ഓർമ്മ വരുമ്പോൾ ഞാൻ ആശുപത്രിയിലെ വെൻറ്റിലേറ്റർ ഐസിയുലായിരുന്നു. ആ ഒരു കിടപ്പ് നീണ്ടൊരു 18 മാസക്കാലം ആശുപത്രിയിൽ തന്നെയായിരുന്നു എൻ്റെ സ്ഥിരമായിട്ടുള്ള ജീവിതം. അതിൽ 13 മാസം ഞാൻ വെൻറ്റിലേറ്ററിലായിരുന്നു. ആ ഒരു സമയത്താണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ശരീരത്തിന് പുറമെ കാണത്തക്ക രീതിയിൽ അധികം മുറിവോ പരിക്കോ കേടുപാടുകളൊന്നും പറ്റിയിട്ടില്ലെങ്കിലും എൻ്റെ കഴുത്തിന് 3 എല്ലൊടിഞ്ഞ് സ്പൈനൽ കോളേജിൽ പെട്ട് കഴുത്തിന് താഴോട്ട് ശരീരം പൂർണ്ണമായിട്ടും തളർന്നു പോയെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത്. ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോൾ സാധാരണ എല്ലാവരെ പോലെ തന്നെ
എനിക്ക് ഭയങ്കര സങ്കടവും ഒരുപാട് നിരാശയും തോന്നി. വേറെ കൊണ്ടല്ലാടാ, എൻ്റെ പപ്പയും അമ്മച്ചിയും സാധാരണ ജോലിക്കാരാ, അവരുടെ അധികം പൈസയൊന്നുമില്ല. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് പറഞ്ഞേക്കാളും ജസ്റ്റ് ഒരു മാസം മുമ്പാണ് പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി സർജറി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരവസ്ഥയിലിരിക്കുമ്പോൾ തല മാത്രം അനക്കാൻ പറഞ്ഞ ഞാൻ എൻ്റെ അമ്മച്ചിക്കും പപ്പയും കുടുംബത്തിനൊക്കെ വലിയൊരു ബാധ്യതയും കഷ്ടപ്പാടാവും എനിക്ക് വെറുതെ തോന്നി. ആ സമയത്തൊക്കെ ഭൂരിഭാഗം എൻ്റെ ചിന്ത മരിക്കണമെന്ന് മാത്രമായിരുന്നു. പക്ഷെ ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടും എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മരിക്കാൻ പറ്റിയില്ല. ഒന്ന് വിഷം കഴിച്ച് മരിക്കാനായാലും കൈ മുറിച്ച് ആത്മഹത്യ ചെയ്യണമെങ്കിൽ കൂടി കയ്യെങ്കിലും ഇറങ്ങണ്ടേ. തല മാത്രം ആക്കാൻ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുക. ഒരു 30-31 ദിവസമായി എന്നാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ വന്നിട്ട്, ഇത് നട്ടലിനാണ് പരിക്ക്, ഇതിന് ഈ ലോകത്ത് ചികിത്സയൊന്നും കണ്ടുപിടിച്ചിട്ടില്ല, ഒരു 90 ദിവസത്തെ ആയുസാണ് ഉള്ളത്, വീട്ടിൽ പൊയ്ക്കോ, എന്നിട്ട് ഇങ്ങനെ മുറിവൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചൊക്കെ കിടത്തിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അങ്ങനെ ആദ്യമായിട്ട് കേട്ടപ്പോൾ അതിൻ്റെ ഒരു ഗൗരവമൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഞാനിങ്ങനെ ആശുപത്രി നടങ്ങുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് അലറിക്കരഞ്ഞു. ഇങ്ങനെ ഇരുട്ട് വന്ന് മനസ്സിലോട്ടിങ്ങനെ മൂടുന്ന പോലെ തോന്നി. അന്നേരം എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് അറിയില്ല, കണ്ടുവയ്ക്കുന്ന ആർക്കും അറിയില്ല ഇങ്ങനെ ഒരു അവസ്ഥയിലുള്ള ആൾക്ക് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ഉള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഇനി എങ്ങോട്ട് പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കോളേജിൻ്റെ അന്നത്തെ പ്രിൻസിപ്പാള് ജോസഫ് പഞ്ഞിക്കാര സാറ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ സാറ് മുൻകൈ എടുത്ത് എന്നെപ്പോലെ അന്ന് നട്ടലിന് പരിക്ക് പറ്റിയ രാജൻ എന്ന് പറയുന്ന കുട്ടിയെയും ചെത്തിപ്പുഴ സെൻറ്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, ചങ്ങനാശ്ശേരി. അവിടെ അപ്പോഴേക്കും ഒരു 36-37 ദിവസം പിന്നിട്ടിരുന്നു അപകടം ഉണ്ടായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ നഷ്ടപ്പെട്ടു പോയ 36 ദിവസം എന്ന് പറയുന്നത് വിലയുള്ളതാണ്, പക്ഷേ കുട്ടികളായതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ നടത്തി. ഒരാഴ്ച കഴിഞ്ഞപ്പം ജനുവരി 1 ഓപ്പറേഷൻ ചെയ്തു നട്ടലിന്. ആ ഓപ്പറേഷൻ ചെയ്ത് ഒരു 3 മാസത്തോളം ഒരേ കിടപ്പ് തന്നെയായിരുന്നു. പിന്നീട് ഇങ്ങനെ ബെൽറ്റ് കെട്ടിയിട്ട് പതിയെ ബെഡിൻ്റെ ബാക്ക് റെസ്റ്റിൽ ചാരിയിരിക്കാവുന്ന ഒരവസ്ഥയിലോട്ട് ആരോഗ്യം മെച്ചപ്പെട്ടു. പിന്നീട് ഞങ്ങളെ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോയി. ഫിസിയോതെറാപ്പിയിലും പരമാവധി എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള ചികിത്സയൊക്കെ അവിടെ നടന്നെങ്കിലും അന്ന് ആ ഓപ്പറേഷൻ ചെയ്തിട്ട് എന്താണോ വ്യത്യാസം വന്നുള്ളൂ, എഴുന്നേറ്റിരിക്കാം, ബെഡിൽ തനിയെ എഴുന്നേറ്റിരിക്കാം എന്നുള്ള അവസ്ഥയല്ലാതെ ഇന്നും ഈ നീണ്ട 29 വർഷങ്ങളിപ്പോൾ പിന്നിട്ടിരിക്കുക. ആ വർഷങ്ങൾക്ക് ശേഷവും ശാരീരികാവസ്ഥ അങ്ങനെ തന്നെ തുടരുക. വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ JCB വന്ന്, വലിയ ക്രൈം വന്ന്, പോലീസുകാർ ക്രൈം കൊണ്ടുവന്ന് ക്രൈം കൊണ്ട് ബസ് പൊന്തിച്ചു. എന്നെ എടുക്കുമ്പോഴേക്കും എൻ്റെ ഈ 2-3 പ്രാവശ്യം ബസ്സുണ്ട്. ആദ്യം ആൾക്കാർ പൊന്തിച്ചു, പിന്നെ മുട്ടുമുള്ളിയിട്ട് പൊന്തിച്ചു, പിന്നെ JCB ഇതൊക്കെ എൻ്റെ എത്തിക്കണം. അപ്പോൾ 4 പ്രാവശ്യം മൊത്തം ബസ് വീണു. അപ്പോഴേക്കും ഉപ്പേരിയിലേക്ക് ഇടാൻ ഇഞ്ചിയും ഉള്ളിയൊക്കെ ചതച്ച പരുവത്തിലായി കംപ്ലീറ്റ്. അപ്പോഴേക്കും എൻ്റെ സ്പോട്ടിൽ കാഴ്ച പോയി. നട്ടൽ 2 ചിന്നി, ഇടുപ്പല് തകർന്നു, ഉള്ളിൽ കുടലും യൂറിൻ്റെയും മോഷണി ബ്ലേഡറൊക്കെ പൊട്ടി, കുടലുകൾ പൊട്ടി, കൈ ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്, ഒരാടെ ഇപ്പോൾ സ്റ്റീലിട്ടുണ്ട്, കൈ ഒടിഞ്ഞു, തലയുടെ ബാക്കിൽ പൊട്ടി, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ആകെ ചതഞ്ഞ പരുവത്തിലായി. അങ്ങനെ അവിടെ നിന്ന് പോലീസുകാർ ആംബുലൻസിലേക്ക് കയറ്റിയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു 8 മാസത്തോളം ഞങ്ങൾ ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷം വീട്ടിൽ ചെന്ന് ഫിസിയോതെറാപ്പി ചെയ്തു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. പിന്നീടുള്ള ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ഈ ശരീരത്തിൻ്റെ ആ ഒരു പ്രവർത്തനമുള്ള ഒരു ഭാഗവും പ്രവർത്തനം ഇല്ലാത്ത ഒരു ഭാഗവും തമ്മിൽ ശരിക്കും ഇങ്ങനെ ഒരു ഈ സംഘർഷം പോലത്തെ അവസ്ഥയാണ്. ആദ്യത്തെ ഈ അപകടമായിട്ട് ശരീരം പൊരുത്തപ്പെടാൻ എടുക്കുന്ന ഒരു കാലം, അത് വളരെ ഏറ്റവും വിഷമകരവും ദുരിതവും പിടിച്ച കാലമായിരുന്നു. കാരണം സ്ഥിരമായിട്ട് കിടപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ശരീരം മൊത്തം വ്രണങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി, മുറിവ്, ബെഡ് സോർ ഉണ്ടാകാൻ തുടങ്ങി. പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് അന്ന് മുതൽ, അപകടം പറ്റിയ അന്ന് മുതൽ ട്യൂബ് ഇട്ടിട്ടാണ്. അപ്പോൾ ആ ട്യൂബ് ഇട്ടിട്ട് യൂറിൻ പാസ് ചെയ്യുന്നത് കൊണ്ട് മിക്കവാറും സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന അവസ്ഥ. പിന്നെ മൊത്തത്തിൽ എനിക്ക് വന്ന അപകടം എന്ന് പറയുന്നത് ശരിക്കും എൻ്റെ ഒരു കുടുംബത്തിൻ്റെ താളം തെറ്റിക്കുന്ന അപകടമായിരുന്നു.
അവിടെ കൊണ്ടുപോയി നോക്കിയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇന്ന് രാത്രി 8 മണി വരെ, അതിൻ്റെ അപ്പുറം ജീവിക്കില്ല. കാരണം കംപ്ലീറ്റ് പൊട്ടി പൊളിഞ്ഞു. ഉള്ളിൽ ബ്ലാഡറും യൂറിൻ്റെയും മോഷൻ്റെയും കുടലും കംപ്ലീറ്റ് ബ്ലാഡറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ 8 മണി വരെയാണ് മാക്സിമം സമയമുള്ള, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചാൽ പുള്ളിക്ക് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ഒരു 3 മാസം ഞാൻ വെന്റിലേറ്റർ ഐസിയുവിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഡോക്ടർ അമ്മച്ചിനെ വിളിച്ച് പറഞ്ഞു, നീ മരിക്കാറായി, നീ മാക്സിമം ഏറ്റവും കൂടിയ ഒരു 10 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. 3 മാസമായില്ലേ അവൻ ഐസിയുവിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കാൻ തുടങ്ങിയിട്ടേ. മരിക്കണേക്കാളും മുമ്പ് ഒരു 10 ദിവസമെങ്കിലും സന്തോഷമായിട്ട് പപ്പയുടെ അമ്മച്ചിയുടെയും കൂടെ ബന്ധുക്കളുടെയും ചേട്ടൻ്റെ കൂടെ നിന്നിട്ട് മരിച്ചു പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു പോർട്ടബിൾ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെ റൂമിലേക്ക് മാറ്റി. അന്നൊക്കെ ഒരുപാട് മോശം ആരോഗ്യസ്ഥിതിയിലായിരുന്നു. കാരണം ശരീരം ആദ്യം ഇങ്ങനെ ഓടിച്ചാടി നടന്ന ആ ഒരവസ്ഥയിൽ നിന്ന് വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിലേക്ക് ഒതുക്കപ്പെടുമ്പോൾ മനസ്സും ശരീരവും ശരിക്കും ടെൻഷനും പ്രശ്നങ്ങളും ഉണ്ടായിട്ട് ജീവിക്കണം എന്ന് തന്നെ ആദ്യകാലങ്ങളിൽ ഈ മരിച്ചാൽ മതി എന്നുള്ള തോന്നലൊക്കെ പലവട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എങ്ങനെ ചെയ്യും, സക്സസ് ആവുമോ എന്നുള്ളതൊന്നും അറിയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതിനുള്ള ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ എങ്കിലും വളരെ ആ ഒരവസ്ഥ എന്ന് പറയുന്നത് ഒത്തിരി പരിതാപകരമായിരുന്നു. ഫെബ്രുവരി 11 തീയതിയാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയത്. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊന്നും എനിക്ക് ദൈവസ്നേഹം കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. വെറും ഈശോയുടെ ചിത്രം അല്ലെങ്കിൽ രൂപം മാത്രമായിരുന്നു എൻ്റെ മനസ്സിലൊക്കെ. പക്ഷെ അതിലൊന്നും വിലയുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഈ ആക്സിഡൻറ്റ് പറ്റി ഈ ഒരു അവസ്ഥ ആയതിനു ശേഷമാണ് ദൈവസ്നേഹം ഇനി കൂടുതലായിട്ട് എനിക്ക് മനസ്സിലായത്. ഇതിന് ഒരുപാട് സ്നേഹമുണ്ടെന്നും കരുതലുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. തിരുവചനം പറഞ്ഞ പോലെ സംഗീതം 54:10 നിന്നോട് കരുണയുടെ കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ വിട്ട് പിരിയുകയില്ല. ആ വചനമൊക്കെ പണ്ട് വായിക്കുമ്പോൾ എനിക്ക് തമാശയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ സ്നേഹം കൂടുതൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം സാധാരണ ഈ ഒരു അവസ്ഥ ഒരു കുടുംബത്തിൽ ഒരാൾ വയ്യാണ്ടാകുമ്പോഴോ നമ്മുടെ മാതാപിതാക്കൾക്കായാലും അത് പ്രായം കൂടുതലായുമ്പോൾ ഇപ്പോൾ ഭൂരിഭാഗം എല്ലാവരും വൃദ്ധസാധനങ്ങൾ ഉണ്ടാക്കല ഈ പരിപാടി. പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥ വന്നപ്പോഴും കർത്താവിനെ കൈവിട്ടില്ല. എന്നെ നോക്കാനും പരിപാലിക്കാനായിട്ട് എൻ്റെ അമ്മച്ചീനെയും എൻ്റെ പപ്പേനെയും എൻ്റെ ചേട്ടനെയും ഒരുപാട് കൂട്ടുകാരെയും ഒരുപാട് പേർ തന്നിട്ടാണ് കർത്താവ് എനിക്ക് ഈ ഒരു അവസ്ഥ തന്നത്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭൂരിഭാഗം എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എൻ്റെ അമ്മച്ചിയാണ്. എനിക്ക് പുറത്ത് പോകണമെങ്കിൽ തന്നെ എവിടെ പോയാലും കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നത് എൻ്റെ ചേട്ടനും അല്ലെങ്കിൽ ഒരുപാട് ഇവിടെ വന്ന് കാണാൻ വരുന്ന ഒരുപാട് ചേട്ടന്മാരെ കൂട്ടിയിട്ടാണ്. ഇതൊന്നും ഞാൻ അവർക്കൊരു കാര്യം ചെയ്തു കൊടുത്തോട്ടോ ഒരു കാര്യം കൊണ്ടല്ല. 19 വയസ്സ് വരെ എനിക്ക് ആരോഗ്യമുണ്ടായിരുന്ന സമയത്ത് എന്നിലൂടെ എൻ്റെ പപ്പയ്ക്കോ അമ്മച്ചിക്കോ എൻ്റെ ചേട്ടൻ്റെ കുടുംബത്തിനോ പ്രത്യേകിച്ച് വലിയ സന്തോഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എങ്കിലും അവരെ തള്ളിക്കളഞ്ഞില്ലേ. അതാ കർത്താവിൻ്റെ വലിയൊരു സ്നേഹവും കരുണയും ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ആ സ്നേഹം എപ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അനുഭവിച്ചു തുടങ്ങിയത്. സ്നേഹമെന്ന വാക്കിനർത്ഥം ഭൂമിയെ ജീവിതം കൊണ്ടോ സ്നേഹം സഹനമാണെന്നു ഞാൻ അറിയും. സ്നേഹം മരണമാണെന്നു ഞാൻ കാണും. സ്നേഹം സ്നേഹം
ആദ്യം തന്നെ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ മകന് അപകടം വന്ന സമയത്ത് ഒരുപാട് നിരാശയിലായിരുന്നു. പക്ഷേ അന്നൊക്കെ എനിക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും ദൈവസ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ ദൈവം കൂടെയുള്ളപ്പോൾ എനിക്ക് ഒന്നിനും വിഷമിക്കേണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ ഈശോയോടും മാതാവിനോടും എൻ്റെ മകനെ ജീവനോട് കൂടി എനിക്ക് തരണം, എൻ്റെ മകനെ നീ എടുക്കാണ്ട് എനിക്ക് ജീവനോട് കൂടി തരണം, അതുപോലെ തന്നെ അവനെ നോക്കാനുള്ള കൃപ കൂടി തരണമെന്ന് എൻ്റെ ഈശോയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് പോലും എനിക്കറിയില്ലെങ്കിലും എൻ്റെ ഈശോയോട് ഞാൻ പറയും, എൻ്റെ ഈശോയെ എനിക്ക് എൻ്റെ മോനെ നോക്കാൻ, എനിക്ക് പഠിപ്പൊന്നും ഇല്ലാത്തതാണ്, കഴിവുമില്ല, എങ്കിലും നോക്കാനുള്ള കൃപ തന്നെ എൻ്റെ മോനെ നോക്കണേന്ന് ചോദിച്ചതിന് ശേഷം അവൻ്റേതായ എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു നേഴ്സ് ചെയ്യില്ല, അതിനപ്പുറം ഞാൻ എൻ്റെ മോനെ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട. അവന് കൈയും കാലും ഒന്നും അനങ്ങില്ലെങ്കിലും തല മാത്രം അനങ്ങില്ലെങ്കിലും കൈയും കാലായിട്ട് എൻ്റെ ഈശോ എന്നെ തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തിനാ എൻ്റെ മോന് കൈയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നത്? അതുകൊണ്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി നോക്കാനും, പിന്നെ എനിക്ക് ഇതിൽ യാതൊരു സങ്കടം എന്ന് പറയുന്നത് ഇല്ല. ആദ്യം മാത്രം ഞാൻ നിരാശപ്പെട്ടിട്ടുള്ളൂ. എൻ്റെ ദൈവം എൻ്റെ മോനെ ഇത് തിരഞ്ഞെടുത്തതിന് ഏറ്റവും ദൈവം ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ദൈവം തന്ന ഒരു സമ്മാനമാണെന്ന് മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അത് നിരാശകൾ ആദ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിരാശ വരുമ്പോൾ എൻ്റെ ഈശോയോട് ഞാൻ ചോദിക്കും, എൻ്റെ ഈശോയെ എനിക്ക് താങ്ങാനുള്ള കൃപ തരണേന്ന്. അത് കണ്ണീരൊരു തുള്ളി വരുമ്പോഴേക്കും ആരോ തുടച്ച് മാറ്റണേന്ന് പോലും എനിക്ക് അറിയില്ല. ആ നിമിഷം തന്നെ എൻ്റെ ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് നിരാശയില്ലാണ്ട് എൻ്റെ മോനെ പരിചരിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് ഈശോ തന്നു. എനിക്കിപ്പോൾ കാലിന് ചലിപ്പിക്കാൻ പറ്റില്ല, നടക്കാൻ വയ്യ. അതെനിക്ക് ഒരിക്കലും ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ യേശുക്രിസ്തുവിനോട് കൂടി സഹിക്കുമ്പോൾ എനിക്കിത് സന്തോഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. മറ്റുള്ള ഈ ലോകത്തിൽ ഇറങ്ങി നടക്കുന്ന ആളുകൾ അനുഭവിക്കുന്നതിലും സന്തോഷം. ഇങ്ങനെ ഈ വചനം എനിക്കിപ്പോൾ തോന്നുന്ന ഒരു വചനം എന്ന് പറയുന്നത്, കർത്താവെ അങ്ങയുടെ മുഖകാന്തി ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ എന്ന് പലരും പറയാറുണ്ട്. ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ ഏറെ സന്തോഷം എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത് നമുക്കതെങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എനിക്കതറിയില്ല. പക്ഷേങ്കിൽ പെസഹ വ്യാഴാഴ്ചയുടെ ആ ഒരു പങ്കുവെക്കൽ, അതുപോലെ എൻ്റെ മനസ്സിൽ യേശുക്രിസ്തു ദാനമായിട്ട് തന്നേക്കുന്ന ഒരു ആത്മസന്തോഷം, അത് ആണ് ഇതിനെ പെസഹ വ്യാഴാഴ്ചയായിട്ട് അതിനോട് ചേർത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്. എനിക്കും കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണം കാഴ്ചയുള്ള സമയത്ത് ഇങ്ങനെ സ്ഥലം മേടിച്ചു, വീട് പണിതു, പിന്നെ നമുക്ക് അടുത്ത സുഖങ്ങൾ അതെന്ന് വെച്ചാൽ വണ്ടി മേടിക്കണം, അങ്ങനത്തെ കുറേ സ്വപ്നങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ അപകടത്തോടുകൂടി അതൊക്കെ ബലിയർപ്പിക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്വപ്നങ്ങളൊന്നും അങ്ങനത്തെ വലിയ സ്വപ്നങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ ആ ബലിയർപ്പണത്തിൽ കൂടെ നമുക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാനും സാധിച്ചത്. കാരണം നമുക്കിപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് നടന്നു കൂടാനും കൂടിയിട്ട് നമ്മുടെ ആദ്യ സ്വപ്നങ്ങൾ, എല്ലാവർക്കും സ്വപ്നങ്ങളുള്ള പോലെ എനിക്കും കുറേ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം, വലിയ വീട് പണിയണം, വലിയ നല്ലൊരു ആഡംബര ജീവിതം നയിക്കണം, അങ്ങനത്തെ ഒരു വലിയ സംഭവമായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്ന് ആ അപകടത്തോടുകൂടി ആ സ്വപ്നങ്ങളൊക്കെ ബലിയർപ്പിച്ച് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ ഇപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും തടസ്സമില്ലാണ്ട് ഈശോ നടത്തി തരുന്നു. അതിനൊക്കെ എല്ലാ കാര്യങ്ങളും ഒരു ഇന്ന കാര്യങ്ങളൊന്നല്ല, ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോഴൊക്കെ ഈശോ നടത്തി തരുന്ന സമയത്ത് നമുക്ക് ആ ആദ്യ ജീവിതത്തിന് വിട്ടിട്ട് ബലിയർപ്പണ ജീവിതമാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെസഹ വ്യാഴാഴ്ച ഈശോ സ്വന്തം ശിഷ്യന്മാരുടെ കാല് കഴുകി നമുക്കൊക്കെ വലിയൊരു മാതൃക കാണിച്ചു തരുന്നുണ്ട്. പണ്ട് ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് തമാശയായിരുന്നു. ഇനി ഒരു അവസ്ഥ വന്ന് ഞാൻ ഈ കട്ടിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മച്ചായാലും പപ്പയായാലും ചേട്ടനായാലും ബന്ധമില്ലെങ്കിൽ കൂടി ഒരുപാട് കൂട്ടുകാരും ഒരുപാട് ചേട്ടന്മാരും ചേച്ചിമാരും എന്നെ ശുശ്രൂഷിക്കാനായി വരുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദൈവത്തിൻ്റെ ആ കാലുകഴുകളുടെ മാതൃകയും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. ആ ഒരു സ്നേഹം കർത്താവ് പണ്ട് കാണിച്ചില്ലെങ്കിൽ ഒരിക്കൽ പോലും ഇവരതാരും ചെയ്യില്ലായിരുന്നു. പണ്ട് എനിക്ക് അവസരങ്ങളുണ്ടായിട്ട് ഞാനത് ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് ശരീരം കൊണ്ട് പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് ശ്രമിക്കുമ്പോൾ
ആദ്യത്തേക്കാൾ ഒരുപാട് സന്തോഷം അനുഭവിക്കാനായിട്ട് ഈ അവസ്ഥയിലും എനിക്ക് സാധിക്കുന്നുണ്ട്.